ഇനി നോക്കാം ടെക് ലോകത്തെ വാർത്തകൾ. ടാറ്റ പഞ്ചിനെ നേരിടാൻ മാരുതി സുസുക്കി പുതിയ മൈക്രോ SUV പുറത്തിറക്കാൻ ഒരുങ്ങുന്നു. 2027 പ്രതീക്ഷിക്കുന്ന ഈ മോഡലിന് CNG വേരിയന്റും ഉണ്ടാകും. മാരുതി സുസുക്കി ഇന്ത്യയിൽ പുതിയ മൈക്രോ സെഗ്മെന്റ് SUV പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ്. ഈ മൈക്രോ SUV ടാറ്റ പഞ്ചിന് എതിരാളിയാകുമെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ മൈക്രോ SUVയുടെ കോഡ് നാമം Y43 എന്നാണ്. ടാറ്റ പഞ്ചിന്റെ എതിരാളിയായ ഈ കാർ 80 HP-യും 101.8 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന 3 സിലിണ്ടർ എഞ്ചിനുമായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കമ്പനി ഒരു CNG വേരിയന്റും അവതരിപ്പിച്ചേക്കാം. മാരുതി Y43 ഏകദേശം 3.8 മീറ്റർ നീളവും 1.7 മീറ്ററിൽ കൂടുതൽ വീതിയും 1.6 മീറ്ററിൽ കൂടുതൽ ഉയരവുമുള്ളതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ വീൽ ബേസ് ഏകദേശം 2.5 മീറ്റർ ആയിരിക്കും. 2027 തുടക്കത്തിൽ Y43 പുറത്തിറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന്റെ അടിസ്ഥാന മോഡലിന് 5.25 ലക്ഷം മുതൽ 5.5 ലക്ഷം രൂപ വരെ എക്സ് ഷോറൂം വില പ്രതീക്ഷിക്കുന്നു. അടുത്ത 5 മുതൽ 6 വർഷത്തിനുള്ളിൽ കമ്പനി പുറത്തിറക്കാൻ ഉദ്ദേശിക്കുന്ന 7 SUV-കളിൽ ഒന്നായിരിക്കും ഈ മോഡൽ. SUV വിഭാഗത്തിൽ മാരുതി സുസുക്കിക്ക് ഏകദേശം 20% വിപണി വിഹിതമുണ്ട്. വരും വർഷങ്ങളിൽ പുതിയതും അപ്ഡേറ്റ് ചെയ്തതുമായ മോഡലുകൾ ഉപയോഗിച്ച് തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്താനാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. മാരുതി സുസുക്കിയുടെ അടുത്ത പ്രധാന ലോഞ്ച് YMC എന്ന രഹസ്യനാമത്തിൽ അറിയപ്പെടുന്ന ഒരു പൂർണ്ണ ഇലക്ട്രിക് MPV ആയിരിക്കും. എങ്കിലും ഈ EVക്ക് ശേഷം കമ്പനി എൻട്രി ലെവൽ കാറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചൈനീസ് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളായ വിവോ പുതിയ മിഡ് റേഞ്ച് മോഡലായ വിവോ V70 FE ഇന്ത്യയിലെത്തുന്നു. 35,000 രൂപയെ താഴെ വിലയെത്തുന്ന ഈ ഫോൺ ഏപ്രിൽ 2-ന് വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷ. ഇതിനകം ഇന്തോനേഷ്യയിൽ അവതരിപ്പിച്ച ഈ മോഡൽ ഇന്ത്യയിൽ V70 സീരീസിലെ 3ാമത്തെ ഫോണായിരിക്കും. നിലവിൽ വിവോ V70 Liteഉം വിവോ V70യും വിപണിയിൽ ലഭ്യമാണ്. കമ്പനി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ Xൽ പങ്കുവച്ച പോസ്റ്റിലൂടെയാണ് ഈ വിവരം പുറത്തുവിട്ടത്. കൂടാതെ ആമസോണിൽ ഇതിനായി പ്രത്യേക മൈക്രോ സൈറ്റും ആരംഭിച്ചിട്ടുണ്ടെന്ന് ഫോൺ ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാകുമെന്നും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഗ്രീൻ, പിങ്ക് എന്നീ നിറങ്ങളിൽ ഈ ഫോണിനെ ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. വിവോ 70 FEയുടെ പ്രധാന ആകർഷണം അതിലെ 200 മെഗാപിക്സൽ പ്രൈമറി ക്യാമറയാണ്. ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ടോടുകൂടിയ ഈ ക്യാമറ മികച്ച ഫോട്ടോഗ്രഫി അനുഭവം നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഡുവൽ റിയർ ക്യാമറ സജ്ജീകരണവും ഉണ്ടാകും. 8GB RAM പ്ലസ് 128GB സ്റ്റോറേജ്, 12GB RAM പ്ലസ് 256GB സ്റ്റോറേജ് എന്നീ 2 വേരിയന്റുകളിൽ ഫോൺ ലഭ്യമാകുമെന്നാണ് റിപ്പോർട്ട്. സ്പെസിഫിക്കേഷനുകൾ നോക്കുമ്പോൾ വിവോ V70 FE 6.83 ഇഞ്ച് 1.5K അമലോയിഡ് ഡിസ്പ്ലേയോടുകൂടിയാണ് എത്തുന്നത്. 120 Hz റീഫ്രഷ് റേറ്റും 1900 നീറ്റ് വരെ പിക് ബ്രൈറ്റ്നസും ഇതിനുണ്ട്. മീഡിയാടെക് ഡൈമെൻസിറ്റി 7360 ടർബോ പ്രോസസർ ഉപയോഗിക്കുന്ന ഈ ഫോൺ 12GB വരെ റാമും 512GB വരെ സ്റ്റോറേജും പിന്തുണയ്ക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.